ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഒരു ചോദ്യം, നിനക്ക് ഇഷ്ടം അടക്കമാണോ അടക്കി ഭരിക്കുന്നതാണോ? അടക്കം എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് അടക്കം. നമ്മൾ ഗലാത്യർ 5-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9 കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. 9 കാര്യങ്ങൾ. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട 3 കാര്യങ്ങളാണ് ഔദാര്യം, അടക്കം, ശുദ്ധത. അടക്കം എന്ന് പറഞ്ഞാൽ മോഡസ്റ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനറോസിറ്റി, മോഡസ്റ്റി, പ്യൂരിറ്റി. ഈ 3 കാര്യങ്ങൾ ചേർക്കുമ്പോൾ ഗലാത്യർ 5:22 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 9 കാര്യങ്ങളോട് ചേരുമ്പോൾ 12 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അടക്കം, പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഇതാണോ ഇഷ്ടപ്പെടുക? ചിലരെ സംബന്ധിച്ചിടത്തോളം അടക്കി ഭരിക്കണം, അതാണ് അവർക്കിഷ്ടം. അപ്പം ഞാനാണ് ഏറ്റവും ടോപ്പ്, വേറെ ആരും എൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാവരും എൻ്റെ കീഴിലാകണം എന്നുള്ള ആ ചിന്ത, അതാണ് അടക്കി ഭരിക്കുന്ന മനോഭാവം. ഇതാർക്ക് വേണേലും ഉണ്ടാകാം. ഒരു ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞത്, പുള്ളിയുടെ കാഴ്ചപ്പാട് അതാണ്. ഭാര്യയ്ക്ക് പോലും വോയിസ് ഇല്ല, അപ്പം ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിക്കുക, അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെ അടക്കി ഭരിക്കുന്ന വ്യക്തി. വേറൊരു ഭാര്യയുടെ കാഴ്ചപ്പാട് അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഇനി മേലാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിക്കാതിരുന്നാൽ, അതിലെവിടെയെങ്കിലും ലംഘനം വന്നാൽ ഉറപ്പാ നീ ജയിലിൽ കിടക്കും, ഞാൻ നിനക്ക് എതിരെ കേസ് കൊടുക്കും. ആ പാവ മനുഷ്യൻ ഇന്ന് പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം അങ്ങനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പം വേറെ കാരണമൊന്നും വേണമെന്നില്ല, ജയിലിൽ കിടക്കേണ്ടി വരും, അതാണ് കാലം. അപ്പം അങ്ങനെ ഭയപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ. വേറൊന്ന്, മാതാപിതാക്കളോടും ചിലർക്ക് ഇങ്ങനത്തെ ചില മനോഭാവങ്ങൾ ഉണ്ടാകാം. ഒരമ്മച്ചി പറഞ്ഞത് അവർക്ക് വാണിംഗ് കിട്ടിയിരിക്കാം, ഒരു മുന്നറിയിപ്പ്. അടങ്ങി ഒതുങ്ങി കഴിയുകയാണെങ്കിൽ വീടിനുള്ളിൽ കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ പുറത്താവുന്നു. ഇങ്ങനെയെല്ലാം അടക്കി ഭരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ളവർക്ക് എവിടെയാണ് അടക്കം ഉണ്ടാകാൻ പോവുക? അപ്പോൾ ശരിക്കും അടക്കമുണ്ടെങ്കിലേ ആത്മീയ വളർച്ച സാധ്യമാകൂ എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടക്കി ഭരിക്കുന്നത് വലിയൊരു അനീതിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ആദത്തിന് നല്ലൊരു തുണ ഉണ്ടാകാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യം, അവൻ്റെ 6-ാം മാലി എന്ന് പറഞ്ഞാൽ റിബ്സ്, അവിടുന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഹവ്വായിക്ക് രൂപം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താ അതിൻ്റെ സന്ദേശം? നിന്റെ ഭാര്യ നിനക്ക് പാദസേവ ചെയ്യാനുള്ളതല്ല. ഭാര്യയെ നീ നിന്റെ ഭർത്താവിൻ്റെ തല കയറി ഭരണം നടത്താനുള്ളതല്ല. മറിച്ച് ഈ ഒരു 6-ാം മാലി എന്ന് പറയുമ്പോഴത്തേക്കും തോളോട് തോൾ ചേർന്ന് ഇരുവരും പരസ്പരം ബഹുമാനിച്ച്, അംഗീകരിച്ച്, സ്നേഹിച്ച്, സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തവരാണ് ദമ്പതിമാർ എന്ന കാര്യം വിസ്മരിക്കരുത്. നമുക്കിനി ഏതാനും ചില കാര്യങ്ങൾ, ഏതാനും ചില വചനങ്ങളിലൂടെ മനസ്സിലാക്കാം. മത്തായി 7:23 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോവുക. ഭാര്യയ്ക്ക് ഒരു വോയിസ് ഇല്ലാത്ത ആ സാഹചര്യത്തിൽ അവളെ അടക്കി ഭരിക്കുമ്പോൾ ഭർത്താവ് ചെയ്യുന്ന എന്താ? അനീതി. ഭർത്താവിനെ ബഹുമാനിക്കാതെ അവനെ കോടതി കയറ്റണമെന്ന് പറഞ്ഞ് അതിന് അവസരം നോക്കി നടക്കുന്ന ഭാര്യ, അവൾ ചെയ്യുന്നത് എന്താണ്? അനീതി. ഇവർക്ക് എങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റും? ഇവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഇവർക്ക് എങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും? മത്തായി 7:23 പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയുള്ളവർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 101 7-ാമത്തെ വചനം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജെറമിയ 7-ാം അധ്യായം 10-ാമത്തെ വചനം ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നവർക്ക് എൻ്റെ സന്നിധിയിൽ തുടരാൻ പറ്റത്തില്ല. അനീതി പ്രവർത്തിക്കുന്നവർക്ക്, അസത്യത്തിൽ ജീവിക്കുന്നവർക്ക് എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല. ജ്ഞാനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ മറുവശം കാണാൻ പറ്റും, നീതി പ്രവർത്തിക്കുന്നവരുടെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. അവർ ദൈവിക സംരക്ഷണം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് നീതി പ്രവർത്തിക്കുക, നീതിപൂർവം ജീവിക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് നമ്മൾ വരുന്നത് 4 അടക്കം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 4 മേഖലയിൽ അടക്കമുണ്ടാവുക, മോഡസ്റ്റി ഉള്ളവരായിട്ട് മാറുക. അതിൽ ഒന്നാമത്തേതാണ് കണ്ണടക്കം. നമ്മുടെ കണ്ണുകളെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. കണ്ണുകളാണ് ശരീരത്തിൻ്റെ വിളക്ക്. ആ വിളക്കണഞ്ഞാൽ ശരീരം മുഴുവൻ ഇരുട്ടിലായിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്ക 11:34 മുതൽ വായിക്കുമ്പോൾ. ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1-ാമത്തെ വചനം, ജോബ് പറയാണ്, ഞാൻ കണ്ണടക്കം പാലിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കണ്ണുകളുമായിട്ട് ദൈവത്തോട് ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. തെറ്റായ രീതിയിൽ ഒരു കന്യകയെ നോക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ജോബിനെ കാണാൻ പറ്റും. നമ്മൾ സാധാരണ
ആ ഗാനത്തിലാണേലും ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്, തിന്മ കാണാതെ കാക്കണമേ. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ അഭയമുള്ളവർക്ക് അത് സാധ്യമാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ ചർമ്മകാന്തി വർദ്ധിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആനന്ദമുള്ള കണ്ണുകൾ ഉണ്ടാകാൻ, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ഉണ്ടാകാൻ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തേതാണ് നാവടക്കം അല്ലെങ്കിൽ മിണ്ടടക്കം. സംസാരിക്കുന്നതിൽ നമുക്കൊരു അടക്കമുണ്ടാകണം. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 20 അതിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ടല്ല, ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാനിപ്പോൾ മിണ്ടേണ്ട സമയം അല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോഴൊക്കെ നമുക്ക് മിണ്ടടക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സെഫാനിയ 1-ാം അധ്യായം 7-ാമത്തെ വചനം, സക്രിയയുടെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വചനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മിണ്ടടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അതുപോലെ മറ്റ് പല വിശുദ്ധരും അവരെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൗനം, ഏകാന്തത. ഇവ ഇഷ്ടപ്പെടാത്തവർക്ക് ആത്മീയതയിൽ വളരാൻ പറ്റത്തില്ല. ആത്മീയത തഴച്ചു വളരാൻ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് സമയം നമ്മൾ ഏകാന്തതയിൽ ജീവിക്കാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടണം, മൗനമായിട്ടിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടണം. ചിലരെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് പോലും അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അവർക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു വളർച്ച ഉണ്ടാകില്ലെന്ന്. 3-ാമത്തെ കാര്യമാണ് ചെവിയടക്കം. നമ്മൾ കേൾക്കുന്നത്, തിന്മ കേൾക്കരുത്, തിന്മ കേൾക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. 13-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഏൽറഡ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ കാതുകൾ ദൈവമേ അങ്ങയുടെ വചനം കൊണ്ട് നിറച്ചു തരണമേ. ആ വചന സമൃദ്ധി കാതിലുണ്ടെങ്കിൽ തിന്മയായത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അവസാനത്തേതാണ് ഈ സ്പർശന സുഖം എന്ന് പറയുന്ന ഒരു കാര്യം. അതിൻ്റെ വെളിച്ചത്തിൽ തൊടലടക്കം, തൊടലെ വട്ടിയെ പൂട്ടുന്ന തൊടലൊന്നും അല്ല, സ്പർശനത്തിൻ്റെ കാര്യം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്പർശന സുഖം, ദർശന സുഖം, ഇതെല്ലാം ദൈവത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് നമ്മളെ അകറ്റാവുന്ന കാര്യങ്ങളാണ്. വരാതിരിക്കാൻ ശ്രദ്ധയുള്ളവരാണെങ്കിൽ ആത്മീയത തഴച്ചു വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കതിന് തീരുമാനമെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.